السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന, അവനെ സ്മരിക്കുന്ന ഒരു സദസ്സിൽ പങ്കാളികളാവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ബിനിഅ്മതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തിക വിശുദ്ധി, അതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, ആദ്യമായി സാമ്പത്തിക വിശുദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നവർ ആര് മാത്രമാണ്? ആത്മസംസ്കരണം കൈവരിച്ച ആളുകൾക്ക് മാത്രമേ സാമ്പത്തിക വിശുദ്ധിയും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മസംസ്കരണം എന്ന വിഷയം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. നമ്മൾ ഒരാളെ ക്ലാസ്സിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ലെങ്കിൽ എന്നാൽ ഒരു തസ്കിയത്തായിക്കോട്ടെ എന്നാണ് പറയാറുള്ളത്. ഈ തസ്കിയത്ത്, ആത്മസംസ്കരണം എന്നൊക്കെ പറയുമ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകളായി നമസ്കാരം, നോമ്പ്, ഇസ്ലാമിക ചിഹ്നങ്ങൾ ഇതൊക്കെ പാലിച്ച് മുറപ്രകാരം കൊണ്ടു നടക്കുന്ന ഒരാൾക്കാണ് സാധാരണഗതിയിൽ നമ്മൾ തസ്കിയത്ത് കൈവരിച്ച വ്യക്തി, ആത്മസംസ്കരണം നേടിയ വ്യക്തി എന്നൊക്കെ പറയാറുള്ളത്. ധാരാളം ആയത്തുകൾ അതിലേക്ക് സൂചനകൾ നൽകുന്നുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യാസ്തിത്വത്തെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. അള്ളാഹു പറയാൻ, അതോ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ നഫ്സിനെ പറ്റിയിട്ടാണ്. അതിനെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. ആ സംവിധാനിച്ച രീതിയെ അള്ളാഹു ശപഥം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. സത്യം ചെയ്ത് പറയാൻ സൂറത്ത് ശംസിലെ 8-ാമത്തെ ആയത്ത്. ആ ഒരു ശരീരത്തിൽ കുടികൊള്ളുന്ന നഫ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന് ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയെയും സംബന്ധിച്ച് നാം ബോധന നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ദീനിയായ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കൊരു
ഇവിടെ വരാനും ഇവിടെ ഇരിക്കാനും ഇതിലൊരു സന്തോഷം കൊള്ളാനൊക്കെ അത് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലുകൾ, തോന്നിപ്പിക്കലുകൾ, ബോധനം അത് അല്ലാഹു മനസ്സിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേ സമയത്ത് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിൻ്റെ ദുഷ്ടതയെ, അഥവാ ഫുജൂർ എന്ന് പറഞ്ഞാൽ തോന്നിവാസം, ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന അവസ്ഥക്കാണ് ഫാജിർ, തോന്നിവാസി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തോന്നിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണയും മനസ്സ് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയാ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണ് തൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണതിനെ കളങ്കപ്പെടുത്തിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ സംസ്കരിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. സക്കാ യുസക്കി എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്ന്. ഇപ്പം നമ്മൾ സംസ്കരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. ഇവിടെ ഇരിക്കുന്നതും കേൾക്കുന്നതും നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമ്പത്തിനെ നമ്മൾ ഒന്നും കൂടെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിൽ നിന്നും നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. അങ്ങനെ ഉപയോഗിക്കാവൂ, ആ രീതിയിലേ മുന്നോട്ട് പോകാവൂ എന്ന് മനസ്സിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിനിങ്ങനെ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്കരണം ആര് നിർവഹിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ നിരന്തരമായി ഒരു സംസ്കരണ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അവൻ പരിശുദ്ധി നേടും. അതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക, ആര് പരിശുദ്ധി കൈവരിച്ചോ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅലയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മസംസ്കരണം കൈവരിച്ച ഒരു വ്യക്തി തീർച്ചയായും അവൻ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് മാലുള്ള, അഥവാ അള്ളാഹുവിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ വിശേഷിപ്പിച്ചതായ ആ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയുകയും അത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും പൊരുത്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവാചക ചര്യയ്ക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ആത്മസംസ്കരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ഈ ജീവിതം നരകത്തിൽ നിന്നും മോചനം ലഭിച്ച് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും നരകത്തെപ്പറ്റി പറയുന്നിടത്ത് ഫഅൻദർതുക്കും നാറൻ തലല്ലാ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തെ പരാമർശിക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോഴും ഓതുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിനോട് തേടണം എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് മോചനം തേടണം നമ്മൾ. സ്വർഗത്തെ പരാമർശിക്കുന്ന ആയത്തുകളാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. 3 തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും മോചനം തേടുകയാണെങ്കിൽ നരകം അള്ളാഹുവിനോട് പറയും അവനെ എന്നിൽ പ്രവേശിപ്പിക്കരുതേ എന്ന്. 3 തവണ നമ്മൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ സ്വർഗം അള്ളാഹുവിനോട് പറയും അവനെ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു പറയും ഫഅൻദർതുക്കും നാറൻ തലല്ലാ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. നരകത്തേക്ക് പോകണമെങ്കിൽ ഏറ്റവും വലിയ ദുഷ്ടനെ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലദീ കദ്ദബ വതവല്ലാ, നിഷേധിച്ച് തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തിട്ടുള്ള ആ ഒരു ദുഷിച്ച വ്യക്തി, അവനാണ് നരകത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് പറയാ വസയുജന്നബുഹൽ അത്ഖാ, ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. അവനതിൽ നിന്നും അകറ്റി നിർത്തും, അവനതിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ആരാണ് ആ അത്ഖ, ഏറ്റവും സൂക്ഷ്മതയുള്ള ആ ഒരു വ്യക്തി ആരാണ്? നോക്കൂ, അല്ലദീ യുക്തീ മാലഹു യതസക്കാ, പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകുന്ന വ്യക്തിയാണ്. അവിടെ പറഞ്ഞത് എന്താണ്? യുക്തി മാലഹു, സമ്പത്ത് നൽകുന്നവനായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ആരാണ്? യതസക്ക,
പരിശുദ്ധി നേടുവാൻ വേണ്ടി. അപ്പം നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുവാൻ വേണ്ടി നമുക്ക് സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നരകത്തിൽ നമ്മൾ മോചനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമ്പത്ത് നൽകി നമ്മുടെ ആത്മാവിനെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ചുരുക്കത്തിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സമൃദ്ധമായ താടിയുണ്ട്, ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും നമ്മുടെ കൂടപ്പിറപ്പായി നമ്മോടൊപ്പമുണ്ട്. ദഅവാ രംഗത്ത് നമ്മൾ സജീവമായി എല്ലാ ഇടങ്ങളിലും നമ്മളുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ആവശ്യമായ ഭക്ഷണം, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ സമ്പാദ്യങ്ങൾ എന്നിങ്ങനെ എന്തൊക്കെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ആ കാര്യങ്ങളിലെല്ലാം ആ ഉപയോഗിക്കുന്ന സമ്പത്ത് അത് പരിശുദ്ധമായതല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ഇസ്ലാമിക ചിഹ്നങ്ങളായി കൊണ്ടു നടക്കുന്ന ഈ വിഷയങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളും തിരുമൊഴികളും നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായി അത് ശേഖരിക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ എവിടെയാണ് ഈ ഒരു സംസ്കരണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ സമ്പത്തിനെ നമ്മൾ ഒരു തസ്കിയത്തോടു കൂടി നമ്മൾ അതിനെ ഉപയോഗിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എവിടെയാണ്? പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സംസ്കരിച്ചത് ആയത്തുകൾ ഓതിയിട്ടാണ്. അവിടെയും നമുക്കൊരു സംസ്കരണം എന്ന ഒരു വാക്ക് കാണാൻ കഴിയും. സൂറത്ത് ജുമുഅയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ. അള്ളാഹുവാണ് നിരക്ഷരരായ ആ ജനതയിൽ ഒരു റസൂലിനെ നിയോഗിച്ചത്. ആ റസൂൽ എന്താ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അവൻ്റെ ആയത്തുകളെ ഓതിക്കേൾപ്പിക്കുകയും വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിക്കുകയും ചെയ്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ കിതാബുകളും ഹിക്മത്തും വേദഗ്രന്ഥവും അതുപോലെ തന്നെ വിജ്ഞാനങ്ങളും അവരെ പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു അവർ മുമ്പ്. ഇതാണ് സൂറത്ത് ജുമുഅയിലെ 2-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ജുമുഅ ഖുതുബകൾ, നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ ഖുർആൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മറ്റു വൈജ്ഞാനിക ക്ലാസ്സുകളെല്ലാം തന്നെ ആ ആയത്തുകളുടെ പ്രധാനപ്പെട്ട ഭാഗം ആത്മസംസ്കരണമാണ് എങ്കിൽ ആ ആത്മസംസ്കരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിശുദ്ധി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. നോക്ക് അതിൻ്റെ ഗൗരവം. ഈ ഒരു വിഷയം ഞാനിങ്ങനെ ഒന്ന് ഓർത്തിണക്കിക്കൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ട വിഷയങ്ങൾ, പക്ഷേ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കേട്ട കാര്യങ്ങൾ തന്നെ ഒന്ന് ഇതിലേക്ക് ഊന്നിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു സംസ്കരണത്തിന് വേണ്ടിയിട്ടൊന്ന് കോർത്തിണക്കി പറയാൻ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു അടിമയുടെ ഇരു കരങ്ങളും അന്ത്യനാളിൽ മുന്നോട്ട് വെക്കുന്നതല്ല, മുന്നോട്ട് വെക്കാൻ അവന് കഴിയില്ല. എങ്ങനെയായിട്ടല്ലാതെ ഹത്താ യുസ്അല അൻ ഉംരിഹി, അവൻ്റെ വയസ്സിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ, ഫീമ അഫ്നാഹു, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ വയസ്സിനെ അവൻ്റെ സമയത്തെ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത്. പിന്നെയോ വഅൻ ഇൽമിഹി, അവന് ലഭിച്ചിട്ടുള്ള വിജ്ഞാനത്തെ പറ്റിയിട്ട് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകൂല. എന്തേ? ഫീമ ഫഅല, അതിലെന്താണ് അവൻ ചെയ്തത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ഉത്തരം പറയാതെ. വഅൻ മാലിഹി,
അവൻ്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും, അതിന് മറുപടി പറയണം. അവിടെ എന്താ പറയുന്നത്? 2 കാര്യങ്ങൾ. മിൻ ഐനക്തസബഹു, എവിടുന്നാണ് അതവൻ ആർജിച്ചത്, എവിടുന്നാണ് ആ സമ്പത്ത് അവൻ കരസ്ഥമാക്കിയത്, നേടിയത് എന്ന് അള്ളാഹു ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാടുണ്ട് നമ്മുടെയൊക്കെ പക്കലെന്ന് വിചാരിക്കാം. അതിലെ ഓരോ ചില്ലിക്കാശും എവിടുന്ന് ലഭിച്ചു എന്നതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പോരാ, വഫീമ അൻഫഖ, എന്തിലൊക്കെയാണ് അത് വിനിയോഗിച്ചത് എന്നതിനെ പറ്റിയിട്ടും അവൻ ഉത്തരം പറയേണ്ടതുണ്ട്. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ മാസം ശമ്പളം ലഭിച്ച എന്നെപ്പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയിട്ടുള്ള വ്യക്തി, അതുപോലെ തന്നെ മറ്റു പല തൊഴിലുകളിലൂടെയും പല മേഖലകളിലൂടെയും സമ്പത്തിങ്ങനെ അവൻ്റെ പോക്കറ്റിലേക്ക് വരുമ്പോൾ, അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ, ആ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം മുഴുവനും പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ മാലുള്ളയാണ്. മാലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമ്പാദ്യമാണത്. അതെവിടുന്ന് കിട്ടി എന്നുള്ളതും അതെവിടെ വിനിയോഗിച്ചു എന്നതിനും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ, ഈ ഒരു തിരുമൊഴിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിനും ഒരു ഭയമുണ്ട്. ഞാൻ ഈ ആയത്തുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഓരോ ആയത്തുകളും നമ്മുടെ മനസ്സിൽ തറക്കുന്നതാണ്. ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഇത് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു ഭയപ്പാടിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം സംസാരിക്കുന്നത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിക്കുന്നവനാണ് നമ്മുടെ കൂടെ സദാസമയവുമുള്ള പിശാച് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ 4 ഇടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത് എന്ന പ്രയോഗം 4ഓളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ബക്കറയിൽ തന്നെ 2 ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 2 ഇടങ്ങളിലും അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു വിഷയം എന്താണെന്നറിയോ? സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നോക്കൂ, അല്ലാഹു ഈ ആയത്തിൽ പറയാം, സൂറത്ത് ബക്കറയിലെ 168, 69 ആയത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർള്, ഭൂമിയിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളി, ഹലാലൻ ത്വയ്യിബ, വിശിഷ്ടമായത് അനുവദനീയമായത് നിങ്ങൾ കഴിച്ചുകൊള്ളുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയാ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറയാം. എന്തുകൊണ്ട്? കാരണം ഇവൻ സാമ്പത്തികമായ വിഷയം എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണത്. ഐഹിക ജീവിതത്തിൻ്റെ സുഖാനന്ദങ്ങൾ, ആഡംബരങ്ങൾ അത് അനുഭവിക്കുക, ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. നല്ലൊരു വാഹനമുണ്ടായിരിക്കണം എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹവും തേട്ടുമാണ്. നല്ല വീടുണ്ടായിരിക്കണം എന്നുള്ളത്, എല്ലാ അർത്ഥത്തിലും സമ്പത്ത് എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു അലങ്കാരമാണ്. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ഒരു അലങ്കാരമാണ്. അതൊരു അലങ്കാരമാണ് എന്നാ പറയണത്. സമ്പത്തില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതത്തിൻ്റെ ആ ഒരു അലങ്കാരം അവർക്ക് നഷ്ടമായിരിക്കും അവർക്ക്. എങ്കിൽ ഈ ഒരു ഭൗതിക ജീവിതമാണ് നമ്മളെല്ലാം, ഭൗതിക ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ
അവനെ ഏറ്റവും അധികമായി സ്വാധീനിക്കുവാൻ പിശാചിന് കഴിയുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല എന്നുള്ളത്. അവിടെ ഒരു പക്ഷേ അവൻ തൗഹീദുള്ള വ്യക്തിയായിരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൃത്യമായി അനുധാവനം ചെയ്യണമെന്ന് കാർക്കശ്യമായ നിലപാട് അവൻ്റെ വേഷവിധാനങ്ങളിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലും ദിക്റുകളിലും ഒക്കെ അവൻ കൊണ്ടു നടക്കുന്നുണ്ടാവാം. പക്ഷേ സാമ്പത്തികമായ ഒരു വിഷയം വരുന്നിടത്ത് ആ ഒരു വിഷയങ്ങൾ അവൻ പരീക്ഷണമായി വരുമ്പോൾ പലപ്പോഴും ആളുകൾ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും ഈ സദസ്സിലുള്ള ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. പലിശയിൽ നിന്നും മുക്തമായ ഒരു ജീവിതം ഇതുവരെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു തൗഹീദിൻ്റെ സന്ദേശമൊക്കെ മനസ്സിലാക്കിയതിൽ നിന്നും ഒരുപാട് നമ്മൾ മാറി നിന്നിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ പോരായ്മകളൊക്കെ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എന്നാലും നമ്മളൊന്ന് വെറുതെ ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. നിങ്ങൾ പലിശയുമായി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് വെറുതെ നമ്മൾ ആരോടും പറയേണ്ട നമ്മളൊരു ആത്മപരിശോധന നമ്മൾ നടത്തുക. നമ്മുടെ വീട് എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ കാര്യമല്ല, നമ്മൾ ഒരുപക്ഷെ അതിൽ പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ അതൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപത്തിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ ഈ സദസ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകളും വീടെന്ന ഒരു വിഷയം വരുമ്പോഴേക്കും അവരുടെ മനസ്സിലേക്ക് വരാറുള്ളത് എന്താണ്? സ്വാഭാവികമായും പലിശയുടെ മേഖലകളാണ്. 10 ലക്ഷം രൂപ വേണമെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ബാങ്ക് വഴി നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു അവസ്ഥയ്ക്ക്, ഒരു സാധാരണ അവസ്ഥയിലൂടെയൊക്കെ പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാടി വിളിക്കും. നമുക്ക് വേണമെന്ന് ചോദിച്ച് നിരന്തരം വിളിക്കും. 10 ലക്ഷം തന്നാൽ അത് അടച്ചു തീർക്കേണ്ടത് 20 ലക്ഷം നമ്മളതിന് തിരിച്ച് അടക്കേണ്ട സാഹചര്യം, അതും അതിലപ്പുറവും അടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു വണ്ടി, ഒരു പക്ഷേ 1000 അല്ലെങ്കിൽ 500 രൂപയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വണ്ടി സ്വന്തമാക്കാൻ കഴിയും. അതിന് നമ്മൾ അവിടെ ചെന്ന് ഒന്ന് ഒപ്പിട്ട് കൊടുത്ത് ചില പേപ്പറുകളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റോട് കൂടി പലിശയിൽ അധിഷ്ഠിതമായ രീതിയിലാണെങ്കിൽ ഏറ്റവും മനോഹരമായ വാഹനങ്ങൾ ഇറക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക മേഖല എന്നുള്ളത്. ബനു ഇസ്രായേലിനെ പരീക്ഷിച്ചില്ലേ? അല്ലാഹ് അരുത്, അത് ചെയ്യരുത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു. മത്സ്യങ്ങൾ അങ്ങനെ തല ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? കയറി വരുന്നത്. എന്തിനാണത്? ആ ആയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. വിജയികളായ ഒരു വിഭാഗം ആളുകൾ, അരുത് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപക്ഷെ പരീക്ഷണാർത്ഥം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. വന്നിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ സദസ്സിലേക്ക് വന്ന് നമ്മളിവിടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാവും. ശരിയാ, എൻ്റെ വീടിൻ്റെ കാര്യം ഞാനിപ്പോൾ അതിനുവേണ്ടി ആ രൂപത്തിലൂടെയാണല്ലോ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വാഹനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ, ഞാൻ ഈ പറയുന്ന രീതിയിലൂടെയൊക്കെയാണല്ലോ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും. ഇവിടെ പിശാച് എന്തു ചെയ്യും? പല രൂപത്തിൽ ഇന്നമായ ഉമ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശ, ദുഷ്കൃത്യങ്ങളും നീചവൃത്തികളും ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? കൽപ്പിക്കും. അള്ളാഹുവിൻ്റെ മേൽ ഇല്ലാത്തത് പറയുവാനും വേണ്ടിയിട്ടും അവൻ കൽപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പം മിനിയാന്ന് എന്നെ ഒരു സഹോദരി വിളിക്കുന്നുണ്ട്. ഹജ്ജിലവിടെ ക്ലാസ്സുകളിൽ മറ്റൊക്കെ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് ആ നമ്പർ എടുത്ത് എന്നെ വിളിക്കുകയാണ്. അവരെന്നോട് വിളിച്ച് ചോദിക്കുന്ന കാര്യം എന്താണ്? എല്ലാവരും എന്നെ ഒരു ബിസിനസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഈ സംഘടനയുടെ, നമ്മുടെ ഇതിൻ്റെ ഈ വിങ്ങിൻ്റെ ഈ കൂട്ടായ്മയുടെ കീഴിൽ തന്നെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവിടെ ഇവർ പറയുന്നത് തന്നെ എന്താണ്? എന്നെ ഇതിലേക്ക് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയുന്നു,
വളരെ പെട്ടെന്ന് സമ്പന്നയായി മാറുവാൻ കഴിയുന്ന രൂപത്തിലുള്ള ഈ ഒരു വിഷയം അത് അള്ളാഹു വിലക്കിയതാവാനാണ് സാധ്യത. എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ നരകത്തിലേക്കുള്ള ഒരു ആൾക്കൂട്ടങ്ങളാണ് എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരെന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്താണ് ആദരിക്കുന്ന ഉസ്താദുമാർ, മൗലവിമാർ, ഖുത്ബ പറയുന്ന ആളുകൾ, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ, പർദ്ദയിട്ട ആളുകൾ, നിക്കാഹ് പണിയുന്ന ആളുകൾ, അവരൊക്കെയുണ്ട് ഞങ്ങളുടെ കൂടെ. ഇവരെല്ലാം തന്നെ എന്താണ് ഇതിലൂടെ ഉണ്ട്, ഇത് അനുവദനീയമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മൾ വളരെ നിഷ്കളങ്കരായ ആളുകൾ പെട്ടുപോകുന്ന ഒരു മേഖലകളാണ് അവിഹിതമായിട്ടുള്ള സമ്പാദ്യങ്ങളുടെ പിറകാലെയുള്ള യാത്രകൾ എന്നുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ട് കാലങ്ങളോളം പ്രവാസ ജീവിതത്തിൽ കഴിച്ചുകൂട്ടി പിന്നെ ഇവിടെ നാട്ടിലൊക്കെ ഒന്ന് വിശ്രമിക്കാലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നാട്ടിൽ ഖുത്ബയും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്നുകൊണ്ട്, ഞാൻ ഇന്നൊരു ബിസിനസ്സിൽ കൂടിയിട്ടുണ്ട്, നിങ്ങളതിൽ കൂടിക്കോളി, നിങ്ങൾ ആരൊക്കെയും ചേർക്കുകയാണെങ്കിൽ, എത്ര ആളുകൾ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ആ ചേർക്കുന്നവരുടെയൊക്കെ ഒരു നിശ്ചിത വിഹിതം നിങ്ങൾക്ക് കിട്ടും, അത് അനുവദനീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ കയറിക്കൂടുകയും എത്രയോ നാശനഷ്ടങ്ങൾ വന്നയാളുകൾ, കാരണം പിന്നീടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരാലോചനയും ചിന്തയും ഇല്ലാത്തതിലേക്ക് പോകും. പിന്നെ ആയിരിക്കും ഇത് അനുവദനീയമാണോ അല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുക. പക്ഷേ നിഷ്കളങ്കരായ ആളുകൾ വേണ്ട പോയത് പോയി. നേരത്തെ ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത്തരം ഒരു വിഷയത്തിലേക്കില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ അള്ളാഹു അനുവദനീയമായ വഴിയിലൂടെ അതിൻ്റെ വർധനവിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കുകയും ഉള്ളതിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. 10,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന ആളുകൾ ഏറ്റവും ഭംഗിയായി ജീവിക്കുന്നുണ്ടാവും. എന്നാൽ 1 ലക്ഷവും 2 ലക്ഷവും രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ടാവും. അവർക്കൊന്നും കടയായിരിക്കും. കിട്ടണമൊക്കെ ഹോസ്പിറ്റലിൽ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ. ആ രൂപത്തിലൊരു ഖിസയുദ്ദുനിയ എന്നൊക്കെ പറഞ്ഞില്ലേ, ഉണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയാത്ത അവസ്ഥയിലൂടെ ജീവിക്കുന്ന ആളുകൾ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ബറക്കത്ത് അത് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൈറും ബറക്കത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സമ്പാദ്യത്തിൽ നമ്മൾ അതിനൊരു സംസ്കരണം, ആത്മസംസ്കരണം, സാമ്പത്തികമായ വിഷയങ്ങളിൽ നമ്മൾ കൈവരിച്ചിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമസ്കാരത്തിൻ്റെ മുമ്പുള്ള ഈ ഒരു സംസാരം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ കഴിയും, ലയത്തിയന്ന അലന്നാസി സമാനുൻ, ഒരു കാലം വരിക തന്നെ ചെയ്യുന്നവർ. ഇല്ല എന്ന് പറഞ്ഞാൽ തഅക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉറപ്പായിട്ടെന്ന് പറഞ്ഞു, ജനങ്ങളുടെ മേലൊരു കാലം വരിക തന്നെ ചെയ്യും. ലാ യുബാലിൽ മർഉ, ഒരു വ്യക്തി അതിൽ ശ്രദ്ധിക്കുകയില്ല. ആ വ്യക്തി അത് ശ്രദ്ധിക്കൂല. എവിടുന്നാണ് തൻ്റെ സമ്പത്ത് അവൻ നേടിയത് എന്നുള്ളത് അവൻ എന്ത് ചെയ്യൂല, അവൻ നോക്കുകയല്ല. പൈസ ആയാൽ മതി, അത് ഹലാലാണോ ഹറാമാണോ തുടങ്ങിയതൊന്നും നോക്കൂല. അമിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കുക തന്നെ ചെയ്യാത്ത ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരെ സംബന്ധിച്ചിടത്തോളായിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഈ ഒരു പരാമർശം ആരെ പറ്റിയിട്ടായിരിക്കും? അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകൂല, കാരണം അവർക്ക് ഇതിലൊന്നും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും എന്നുള്ള വിഷയമില്ല. പിന്നെ ആരെ സംബന്ധിച്ചിടത്തോളാണ് ഈ വിഷയം വരുന്നത്? മുസ്ലിം ഉമ്മത്തികളിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ ആ യഥേഷ്ടം സമ്പത്തിനെ വിനിയോഗിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്നുള്ളത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മൾ ഒരല്പം ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്ന വിഷയങ്ങളെ സാമ്പത്തികമായി ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ചില സംസാരങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളെ നിരാശപ്പെട്ടുകൊണ്ടാണ് പോവാറുള്ളത്. അങ്ങനെയല്ല, അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ജീവിതത്തിൻ്റെ ഒരു ഓട്ടത്തിനിടയിൽ നമ്മളെല്ലാം തൗഹീദ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വന്നു. ഇങ്ങനെയുള്ള ഒരു വൈജ്ഞാനികമായ സദസ്സിലേക്ക് മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വന്നു. ആ വന്നതിനിടയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ശിർക്കിൽ നിന്നും നമ്മൾ മുക്തരായിട്ടുണ്ട്, ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടുണ്ട്, മറ്റു പല വിഷയങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മുക്തരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ മേഖലയിലും ഒന്നും കൂടെ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതില്ലേ എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്താണ് അള്ളാഹു എന്നോട് പറയുന്നത് എന്നത് കേൾക്കാൻ. എങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു പറയും, മുഅ്മിനീങ്ങളെ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ തിന്നരുത് എന്നാണ്. എന്ത്? നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ കഴിക്കരുത്, സമ്പത്തിനെ തിന്നരുത്, കഴിക്കരുത് എന്നാ പറഞ്ഞത്. അത്രയും ഗൗരവമാണ്. എങ്ങനെ? അനർഹമായി ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൂട്ടിക്കലർത്തിക്കൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ കഴിക്കരുതേ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫാറാണ്. ധാരാളമായി അല്ലാഹു പുറത്തു തരുന്നവനാണ്, പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പുതിയ ഒരു വിശുദ്ധമായ ഒരു സാമ്പത്തിക വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരാനും ശിഷ്ടകാലം നമുക്ക് ഹലാലായ ഒരു അവസ്ഥയിലൂടെ ഹലാലായ സമ്പാദ്യം ശേഖരിച്ച് അത് കഴിച്ച് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു അവസരം നമുക്കുണ്ടാകും, മനസ്സിൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ടാകുന്ന കാലത്തോളം. അതുകൊണ്ട് തന്നെ നമ്മൾ ലോണിലാണ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ തേടേണ്ട ഒരു തേട്ടം, എത്രയും പെട്ടെന്ന് ഈ ഒരു ഹറാമായ അവസ്ഥയിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണേ എന്ന ഒരു ആത്മാർത്ഥമായ ഒരു തേട്ടം നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് അടിമത്തത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വരികയാണ്. അപ്പോൾ അടിമമോചനം എന്നുള്ളത് ഒരു ഇസ്ലാമിക വൃത്തത്തിൽ ഒരാളുടെ കീഴിൽ അടിമയുണ്ട് എങ്കിൽ ആ അടിമക്ക് മോചനം ആവശ്യപ്പെടാം. ആ ഉടമക്ക് സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളും മറ്റും വഹിച്ചു കൊടുക്കാൻ നിശ്ചിതമായ സമ്പാദ്യം കൊടുത്ത് മോചനം ലഭിക്കുവാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥ ആഗ്രഹിച്ച് മുന്നോട്ട് പോയി പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വരികയാണ്. അദ്ദേഹം പറയാം, ഇന്നി അജസ്തു അൻ കിതാബത്തി, ഞാൻ ഈ അടിമത്ത മോചന കരാർ എഴുതാൻ വേണ്ടി ഞാൻ അശക്തനാണ്, എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാവും നമുക്കൊക്കെ. നമ്മളെത്ര വിചാരിച്ചിട്ടും ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ, ഒരു വാഹനം എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ഉള്ള ഒരു അശക്തത, ഒരു കഴിവില്ലായ്മ. ഇദ്ദേഹം പറയുന്നത്, അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നു, ഉടമയുമായി ഒരു മോചന കരാർ എഴുതാൻ ഞാൻ വല്ലാതെ അശക്തനാണ്, അഥവാ സാമ്പത്തികമായി ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഫഅഇന്നി, അതിനാൽ താങ്കൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞു. ഖാല, അലി റളിയല്ലാഹു അൻഹു പറയും, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമിനിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതായ ഒരു കെലിമത്ത് ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ?
ലൗ കാന അലൈക മിസ്ലു ജബലിൻ ദൈനൻ, ഉഹുദ് മലയോളം താങ്കളുടെ മേൽ കടമുണ്ടായാലും അദ്ദാഹുല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടം നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ്. ഖുൽ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ഒരു പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു ആ വ്യക്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രാർത്ഥന നമുക്കറിയാമോ, നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം എപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്? ഈ വ്യക്തി ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞപ്പോഴാണ്, എനിക്കത് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉഹുദ് മലയോളം കടം താങ്കൾക്കുണ്ട് എങ്കിലും താങ്കളുടെ കടം അല്ലാഹു ഈ ഒരു പ്രാർത്ഥനയിലൂടെ വീട്ടിത്തരുമെന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. തിരുമതി ഉദ്ധരിക്കുന്ന അദ്ദേഹം ഹദീസുൻ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണത്. അതിൽ വന്ന പ്രാർത്ഥനയാണത്. നമ്മൾ കാണാതെ പഠിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, നീ നിഷിദ്ധമാക്കിയത് ഒഴിവാക്കിക്കൊണ്ട് നീ ഹലാലാക്കിയതിൽ എന്നെ നീ മതിയാക്കണേ. ഹറാമിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ, അതെനിക്ക് നീ മതിയാക്കി തരണം. പിന്നെ പറയാണ് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നിന്റെ ഫദ്ല് കൊണ്ട് നീ എന്നെ ധന്യനാക്കണം, വേറെ ആരടുത്തേക്കും എന്നെ ഏൽപ്പിക്കരുത്. എത്ര അർത്ഥവത്താണത്! വേറൊരു മഖ്ലൂക്കിൻ്റെ അടുത്തേക്കും എന്നെ എന്ത് ചെയ്യരുത്, എന്നെ വിടാതെ നീ എൻ്റെ കാര്യം, എന്നെ നീ ധന്യനാക്കണേ എന്ന് ആ ഒരു പ്രാർത്ഥന, അത് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി മനസ്സ് തട്ടി നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും. ഇത് അവിടെ പോകാനുള്ളതല്ല. അല്ലാത്ത ആളുകളോട് മാത്രം, അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ എന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം പറയാനുള്ള ആയത്തുകളും നല്ലത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികൾ ഓരോന്നും നമ്മൾ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനയിലൂടെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിലെ പ്രാർത്ഥനയിലായും തഹജ്ജുദിലെ പ്രാർത്ഥനയിലായും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക വഴിയിൽ. പക്ഷെ എന്ത് വേണം? അതാ ഞാൻ പറഞ്ഞത്, ആത്മസംസ്കരണം എന്ന്. ഈ നമ്മുടെ കൽബ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകരുത് എന്ന ആത്മാർത്ഥമായൊരു തേട്ടം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ കടം വാങ്ങിയെന്ന് വിചാരിക്കുക. കടം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കടം വാങ്ങണം. കടം വാങ്ങുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഒരു മനമില്ലാ മനസ്സോടുകൂടിയാണ്, മനമില്ലാ മനസ്സോടുകൂടി കൊടുക്കണം. അത് കൊടുത്ത് വീട്ടാൻ കഴിയണം എനിക്ക്, റബ്ബേ എന്ന ചിന്തയോടുകൂടിയാണ് ഒരാൾ കടം വാങ്ങുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിൽ കൊടുക്കുന്ന പറഞ്ഞു. ഇത് നമ്മളൊക്കെ യഥേഷ്ടം പോയിട്ട് കടം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമല്ല ഈ പറയുന്നത്. പക്ഷെ അനിവാര്യമാണെങ്കിൽ ആത്മഹത്യകളിലേക്കോ പലിശകളിലേക്കോ ലോട്ടറികളിലേക്കോ മറ്റു വേണ്ടാത്തരങ്ങളിലേക്കോ പോകേണ്ടവരല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുവദനീയമാണത്. അതിന് നിയമങ്ങളുണ്ട്. ഒരു പേജ് നിറയെ ആയത്തുദ്ദൈൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഏറ്റവും ദീർഘമായിട്ടുള്ള ആയത്താണ്. അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അനിവാര്യമാണെങ്കിൽ വാങ്ങുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ്, അത് വീട്ടണമെന്ന ആത്മാർത്ഥമായ ചിന്തയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിക്കൊടുക്കും. അതിന് വീട്ടാൻ ആവശ്യമായ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കടം വാങ്ങും, ഒരു കടയിൽ നിന്നാണ് കടം വാങ്ങുന്നില്ല. ഒരു കടക്കാരൻ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു കടയിൽ നിന്ന് കടം കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് കുറേ ആളുകളെ നഷ്ടപ്പെട്ടു പോവാം. ഒന്ന്, അയാൾ വരുമ്പോൾ എന്ത് ചെയ്യും? 1000 രൂപ ഒരു കടയിൽ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യൂല? അയാളെടുക്കൽ 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഈ കടയിലേക്ക് പോകൂല, അയാൾ വേറെ കടയിലേക്കാ പോവുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? എന്താ വെച്ചാൽ ഈ കൊടുക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ? നേരെ മറിച്ച് എന്താ ചെയ്യേണ്ടത്? 1000 രൂപ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ ഉള്ള കടത്തിലേക്ക് കുറച്ച് കൊടുത്തിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ കച്ചവടക്കാരന് അതെന്തായിരിക്കും? സൗകര്യമായിരിക്കും. അല്ല എങ്കിൽ എന്ത് ചെയ്യും? അത് കടം കൊടുക്കാനാണ്, പിന്നെ ആ ഭാഗത്തേക്കേ പോകൂല. ഇത് ആരിലാണ്? നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത്.
അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ, ദീനി പ്രവർത്തന രംഗത്തൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അനിവാര്യമായ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തിനു വാങ്ങുന്നു, ഏത് വിഷയത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം നീട്ടിപ്പരത്തി പറയാനുള്ള ഒരു സമയമോ സന്ദർഭവും അല്ല ഇത്. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? നമുക്കത് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? പതുക്കെ സദസ്സെന്നൊക്കെ അങ്ങനെ പോകും. പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല. പിന്നെ അങ്ങനെ ദാവാരംഗത്ത് നിന്ന് അങ്ങനെ പിറകോട്ട് പോകും. പിന്നെ ഇതെങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ കരകയറണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഈ വൈജ്ഞാനിക സദസ്സിൽ നിന്നും ജമാഅത്തുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പോയി പിന്നെ എത്തിപ്പെടൽ എവിടെയായിരിക്കും? ഏറ്റവും വലിയ തിന്മയാകുന്ന ബാങ്കിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ അവിഹിതമായിട്ടുള്ള വിഷയങ്ങളിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുടെ അനിവാര്യതയാണ് ഞാൻ ഈ പറയുന്നത്. എത്രത്തോളം നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയുടെ തേട്ടം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും? ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ശപിക്കുന്നവരായ ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നും അല്ലാഹുർ റാശി, കൈക്കൂലി വാങ്ങുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ശപിച്ചിട്ടുണ്ട് എന്നാണ്. കൈക്കൂലി വാങ്ങുക, കൊടുക്കുക, അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നയാളുകൾ, ഈ 3 ടീമിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനതിനെ പറയും? ഒരു വ്യക്തി, സഹാബാക്കൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ, നമ്മൾ തന്നെ പരസ്പര ശാപവാക്കുകൾ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? സ്ത്രീകൾ അധികം ആളുകളെയും ഞാൻ നരകത്തിലായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? യക്സുർന, അവർ വർദ്ധിപ്പിക്കും, അല്ലഅൻ, ശാപം വർദ്ധിപ്പിക്കുന്നത്. മക്കളെ ശപിക്കും, പാത്രത്തെ ശപിക്കും, വാഹനത്തെ ശപിക്കും, ഇങ്ങനെ പറയും, ഭണ്ഡാറടക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശാപവാക്കുകൾ. എങ്കിൽ ഒരു മനുഷ്യൻ എന്താണ്? ഒരാൾ ഒരു ഒട്ടകത്തെ ശപിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒട്ടകത്തിനെ നീ ഉപയോഗിക്കേണ്ട, ആ മൃഗത്തെ നീ ഉപയോഗിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ശാപമാണ്. എങ്കിൽ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയെ എന്തിനാ കൊള്ളുക? ആലോചിച്ച് നോക്കുക. ആ വ്യക്തിയെ എന്തിനു കൊള്ളും? അതാണ് അള്ളാഹ് ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ എല്ലാ മേഖലകളിലും ഇന്നത് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മേഖലകളും അത് ശരിയാക്കി കൊടുക്കാൻ ഒരു ടീമുണ്ടാവും. ഇതാണ് 3 ആളുകളെ പ്രത്യേകമായിട്ട് പറയാം: കൈക്കൂലി വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവനായ വ്യക്തി. ഇവരെല്ലാം സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബിസിനസ്സിലേക്ക് വരുമ്പോൾ വൈലുൽ ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. വൈൽ, നാശം. വൈൽ പറഞ്ഞ ഒരു നരകത്തിന്റെ പേരാണ് എന്ന് പറയുന്നുണ്ട്. വാക്കിന്റെ അർത്ഥം നാശം എന്നാണ്. ആർക്ക്? മുതഫിഫീങ്ങളായ ആളുകൾക്ക്, അളവിൽ കുറക്കുന്നവരായ ആളുകൾക്ക് മഹാനാശം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്നിട്ട് വിശദീകരിക്കാൻ, ജനങ്ങളോട് അളന്നു വാങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടെടുക്കും, ജനങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയാ ഇതാക്കാലുഹും അവ്വസനുഹും യുഖ്സിറൂൻ, ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയാണെങ്കിൽ, തൂക്കിക്കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടം വരുത്തും. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, എന്താ അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത്? അവർ വിചാരിക്കുന്നില്ലേ? എഴുന്നേൽപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ മരണം, മരണാനന്തര ജീവിതം, ആ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ്, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അതിശക്തമായൊരു താക്കീതാണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. കാണാൻ മൊഞ്ചുണ്ടാവും സഹോദരങ്ങളെ, നല്ല പത്രാസ് ഉണ്ടാവും വീട്, പിന്നെന്താണ് നമ്മുടെ കടക്കും ഷോപ്പിനൊക്കെ നല്ല വാഹനങ്ങളുണ്ടാവും. പക്ഷെ ഈ ജാതി തോന്നിയാസങ്ങളായിട്ടാണ് കച്ചവടമൊക്കെ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ആ ജീവിതത്തിലൊരു ഖൈറില്ല. മാത്രമല്ല മരണാനന്തര ജീവിതം അങ്ങേയറ്റം ഭയാനകമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും താക്കീതോടു കൂടിയാണ് ഈ രൂപത്തിൽ കച്ചവടക്കാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നത്. ഇനിയും നമുക്ക് കാണുവാൻ കഴിയും, ഇന്ന് വളരെ പെട്ടെന്ന് സമ്പത്ത് കരസ്ഥമാക്കാനുള്ള വഴിയാണ് മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞു, അത് നിഷിദ്ധമാണ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിൽക്കുക എന്നുള്ളത്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തുവെങ്കിൽ ഇന്ന് മിക്ക ചെറുപ്പക്കാരും
പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ അയൽവാസി ഉംറക്ക് പോയതാണ്. നമ്മളൊക്കെ വിളിച്ച് വളരെ സന്തോഷത്തോടു കൂടി കുടുംബസമേതം ഉംറക്ക് പോയതാണ്. ആ ഉംറക്ക് പോയപ്പോൾ ഇന്നലെ മിനിയാന്ന് അറിയുന്നുണ്ട്, ആ സഹോദരൻ സൗദി അറേബ്യയിലെ ജയിലിലാണ്. അദ്ദേഹമല്ല വിഷയം, അവിടേക്ക് പോകുന്ന ആളുകൾക്ക് എന്താണ് ഭക്ഷണം കൊണ്ടു കൊടുത്താണ്, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങൾ പൊരുക്കി കൊടുത്താണ്. ഇതിൻ്റെ ഉള്ളിൽ വിലക്കപ്പെട്ടതായിട്ടുള്ള കാര്യം ബോധപൂർവം അതിലേക്ക് ഇട്ടുകൊടുത്തതാണ്. ഉംറക്കൊക്കെ പോണല്ലേ, അങ്ങനെ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാകൂല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, അതും വളരെ അടുത്ത ആളുകൾ, ഒരേ കുടുംബത്തെ പോലെ ജീവിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിലൂടെ കൊടുക്കുന്നത്. അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ പോയി ആ ഒരു കാര്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് എന്ത് ചെയ്യുന്നത് അവിടെ അതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത്. ആരാ പ്രയാസപ്പെടുന്നത്? ആ ഉംറക്ക് അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആ സഹോദരനും ആ സഹോദരിയും അവരുടെ മക്കളും അവിടുന്ന് പ്രയാസപ്പെടുകയാണ്. ഇത്രമാത്രം ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമൂഹം വല്ലാതെ വഴിവിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആര് ആ വഴിയിലൂടെ പോയാലും അവർക്കൊന്നും തന്നെ നല്ല ഒരു ആഖിബത്ത് ഉണ്ടാകുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരു ക്രമം നമുക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഞാനിങ്ങനെ ആ ക്ലോക്കിലേക്ക് നോക്കിയാൽ ഒരു നിശ്ചിത സമയം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അവസാനിപ്പിക്കും കേട്ടോ. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാവുന്ന ചരിത്രമാണ്, പക്ഷെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രമീകരണം അതിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നല്ല, മഹാനായിട്ടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, യൂസുഫ് അയ്യുഹ സിദ്ദീഖു അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനിൻ. സൂറത്ത് യൂസുഫിലെ ആ തിരുമഴികൾ 46 മുതലുള്ള വചനങ്ങൾ. യൂസുഫിൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, സത്യസന്ധനായ യൂസുഫേ, തടിച്ചു കൊടുത്ത 7 പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്ന കാര്യത്തിലും 7 പച്ചക്കതിരുകളെയും വേറെ 7 ഉണങ്ങിയ കതിരുകളെയുടെ കാര്യത്തിലും താങ്കൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫത്വ തരണം എന്നാണ് പറഞ്ഞത്. സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ചോദിക്കുന്നത്. വിശ്വാസികൾ കാണുന്ന സ്വപ്നം അത് സത്യസന്ധമാണ്, അവരുടെ ജീവിതത്തിൽ പുലരാനിരിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് യൂസുഫ് നബി കാണുന്ന സ്വപ്നത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നത്, ഖാല തസ്റഊന സബ്അ സിനീൻ, താങ്കൾ എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ 7 കൊല്ലം തുടർച്ചയായി നിങ്ങൾ കൃഷി ചെയ്യും. വിശദീകരിച്ചു കൊടുക്കാൻ ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്താൽ 7 വർഷം ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സുഭിക്ഷതയുടെ ഒരു കാലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. എല്ലായിടങ്ങളിലും കൃഷി സമ്പന്നമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ നിന്നും കൊയ്തെടുത്താൽ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഉള്ളതെടുത്തുകൊണ്ട് ബാക്കിയുള്ളത് അത് അതിൻ്റെ കതിരിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടേക്കുക. എന്തിനാ സഹോദരങ്ങളെ ഈ വിഷയം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അറിയാം. നമ്മുടെ മനസ്സിൽ പലപ്പോഴും ആ ചരിത്രം എന്താണല്ലേ, ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിന് ആരും ചെയ്തു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിശദീകരണം കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആ രാജാവിനെ സഹായിക്കുവാൻ വേണ്ടി ആ ഭക്ഷ്യമന്ത്രാലയം ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തി എന്നതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് നൽകുന്ന ഒരു കാര്യം എന്താണ്, സുഭിക്ഷതയുടെ നാളുകളിൽ നമുക്ക് സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭദ്രതയുള്ള ആ സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മുടെ സമ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. പറഞ്ഞിരുന്നുണ്ട്, ആവശ്യമുള്ളത് ചെലവഴിച്ച് ബാക്കിയുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്, സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഭൗതികമായ കണ്ണോടുകൂടി ഇതിനെ നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞേ ഞാൻ ഇതൊക്കെ എന്താ സൂക്ഷിച്ചു വെക്കണം. ആ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, നമ്മൾ അവിടെയാണ് അത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ സമ്പത്ത് ഒരു നിശ്ചിതമായ ഒരു ഭാഗം നമ്മൾ എടുത്ത് നമ്മളത് വിനിയോഗിക്കുന്നിടത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം. ആ നമുക്ക് വേണ്ടിയിട്ടുള്ള ചെലവഴിക്കലാണ് യഥാർത്ഥത്തിൽ എന്ത്, നമ്മുടെ മരണം, നമ്മുടെ ഖബറ്, നമ്മുടെ ശേഷമുള്ള ശിഷ്ടകാലങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം ഈ വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീർത്തും ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂറത്ത് നിസായിലെ ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി എന്നുള്ളത് നമുക്കെല്ലാം ആഗ്രഹിക്കാം. ഒരു പട്ടിണി പാവമായി ജീവിക്കുക എന്നുള്ളത് ആ ഒരു അവസ്ഥക്ക് അപ്പുറമായി നമ്മളിവിടെ ആഗ്രഹിക്കേണ്ടത് എന്ത് തന്നെയായിരിക്കണം, നമുക്ക് സാമ്പത്തികമായ ഒരു ഭദ്രത നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയണം. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിനോട് ഒരിക്കൽ വന്നിട്ട് പറയണത്, നമ്മുടെ ഒരു ആദർശത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയൊന്നുമല്ല, പക്ഷെ ഇടയ്ക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഭാര്യൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് പണം ഉണ്ട് എൻ്റെ അടുക്കൽ, അതുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് കാട്ട് പിന്നെ ഭാര്യ ഇങ്ങനെ പറയണം നമുക്ക് കുറച്ച് സ്ഥലം എടുത്തൂടെ. ഇപ്പം ഇയാൾ പറയും എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, എന്താ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം കുറച്ചൊരു ദീനിയായ അത്തരം കാര്യങ്ങളോടൊക്കെ ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു ആയാലും അദ്ദേഹം എന്നോട് ചോദിച്ച്, യഥാർത്ഥത്തിൽ എന്താ? ഞാൻ സൂറത്ത് നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, യതീമുകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നിടത്ത് എന്താ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു വിശ്വാസികളെ പഠിപ്പിച്ചത്. ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ, എൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവും തോക്കത്തും അവസരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കേണ്ട വേണം. അപ്പൊ ന്യായമാണ് ആ സഹോദരിയുടെ ചോദ്യം. അത് അവർ ചോദിച്ചു, കുട്ടികൾക്ക് വീട് വെക്കണ്ടേ, അതുകൊണ്ട് സ്ഥലം. ഞാൻ പറഞ്ഞു, ഇത് ആരെടുക്കും? ഈ സമ്പത്ത് ഇതിന് തന്നെ നിങ്ങളുടെ ആൺമക്കൾക്ക് വീട് വെക്കണമെങ്കിൽ സ്ഥലം വേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്താ? നമ്മുടെ കുടുംബം തീർച്ചയായും എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ കുടുംബത്തിന് ആവശ്യമായ ഒരു സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടവർ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ മക്കളെങ്ങനെ പഠിപ്പിച്ച് അലക്ഷ്യമായി പഠിപ്പിക്കുന്നതിനപ്പുറം നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി, എൻ്റെ കുട്ടി അവൻ വളരുമ്പോൾ, അവൻ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി വളരുമ്പോൾ അവൻ്റെ ജോലി എന്തായിരിക്കണം, അവൻ ഏത് മേഖലയിലൂടെ പോകണം എന്നതൊരു പക്ഷേ നമുക്ക് തീരുമാനിക്കുവാൻ നമുക്ക് അവിടെ ചോയ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം കുട്ടികളുടെ താല്പര്യങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ആഗ്രഹിക്കണം, എൻ്റെ കുട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് അത് എല്ലാ മേഖലകളിലും വിശാലമായി ചുഴന്നു നിൽക്കുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ആ സക്കാത്തിൻ്റെ മസലാപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ ചിന്തിക്കേണ്ട ചില വശങ്ങൾ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം. അതിൻ്റെ വിഷയങ്ങളൊക്കെ മേഖലകൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമ്പത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2.5% കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിശുദ്ധി എന്നാണ് ഇതിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് തന്നെ അതാണ്, യുക്തി മാലഹു, തൻ്റെ സമ്പത്ത് നൽകും, എന്നിട്ട് അവൻ സംസ്കാരമുള്ളവനായി മാറുന്നു, തസ്കിയത്ത് കൈവരിക്കുന്നവനായി മാറും. വളർച്ച, വിശുദ്ധി, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഒരു 2.5%, നമുക്ക് കിട്ടിയ ഒരു സമ്പത്തിൻ്റെ 2.5%, ഇനി അതല്ല ചിലപ്പോൾ ഒരു 5% അല്ലെങ്കിൽ 10%, 20%, അതിന് വ്യത്യസ്തങ്ങളായ കണക്കുകൾ, അതങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? ഓരോ വർഷവും നമ്മുടെ സക്കാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ആലോചിക്കുക. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്ത് ആൽ ഇംറാനിൽ 180-ാമത്തെ ആയത്ത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും. മനുഷ്യൻ വിചാരിക്കണ്ട അവൻ പിശുക്ക് കാണിക്കാൻ, അല്ലാഹ് കൊടുത്ത ഫദ്ലിൽ നിന്നും അത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരായിട്ടുള്ള ആളുകൾ വിചാരിക്കേണ്ട അത് ഖൈറാണ് എന്നുള്ളത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് ഷർറാണ്. മാത്രമല്ല അവർ പിശുക്ക് കാണിച്ചതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യും? അത് വഹിപ്പിക്കുന്നതാണ് അന്ത്യനാളിൽ എന്ന് കൃത്യമായി അല്ലാഹു സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത് നമുക്ക് കാണുവാൻ കഴിയും. പിശുക്ക് കാണിച്ച ആ ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കഴുത്തിൻ്റെ മാല, അവരുടെ കഴുത്തിൽ എന്ത് ചെയ്യും? മാല ചാർത്തുന്നതാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്.
സഹോദരങ്ങളെ, ഇത് കണ്ണടച്ചാൽ, ഇന്ന് മരണപ്പെട്ടു പോയാൽ തുടർന്ന് അങ്ങോട്ടുള്ള ആ നിമിഷങ്ങളിൽ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സാമ്പത്തികമായ വിഷയങ്ങളുടെ അവിടെ നമ്മൾ സൂക്ഷ്മതക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബർസഖി ജീവിതത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് പണ്ഡിതന്മാർ എണ്ണിയത്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ അത് ഭീകര സർപ്പങ്ങളായി മാറി അവരുടെ ശരീരത്തിൽ വന്ന് ഹാദാ കൻസുക്, ഇത് നിന്റെ നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തും എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ബർസഖി ജീവിതത്തിലെ മഹ്ശറയിൽ എന്തായിരുന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഉണ്ടാകൂലേ? സംഭവ്യമല്ലേ അത്? ഇതിലൊക്കെ ആളുകൾ നിഷേധിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഖബർ ജീവിതവുമായി ബന്ധം ഒരു സ്വപ്നം മതി സഹോദരങ്ങളെ, ഒരു സ്വപ്നം നമ്മൾ ശരിക്കും അങ്ങോട്ട് പഠിച്ചാൽ മതി. ബർസഖി ജീവിതം, അത് ഖബറിലെ ജീവിതം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ. അമാനി മൗലവി റഹിമഹുല്ല 4 പേജുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന ആയത്തിന് വിശദീകരിക്കാൻ. നമ്മളതവിടെ ചിന്തിച്ച അവിടെ പോകുമ്പോഴേക്കും നമുക്ക് കൃത്യമായൊരു ബോധം ഉണ്ടാകും ഖബർ ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് പ്രദോഷ ദിക്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖബറിനെ പറ്റി, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ മോചനം ചോദിക്കുന്നുണ്ട്. എല്ലാ നിസ്കാരങ്ങളിലും അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്നുള്ളതാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അതിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ മരണപ്പെട്ടു പോയ വ്യക്തി ചലനമില്ല. ആ രൂപത്തിലൂടെ വയനാട് എത്രയോ ആളുകളിൽ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നല്ലതായ അവസ്ഥയിലൂടെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ആ മരണപ്പെട്ടു പോയ വ്യക്തികളിൽ എല്ലാ ആളുകളും ലൈവാണ്. ശരീരം മാത്രമാണ് എന്ത് ചെയ്തിട്ട് ഈ ദുനിയാവിൽ അവർ വിട്ടേച്ചു പോയിട്ടുള്ളൂ. ബാക്കി അവർ കാണുന്നുണ്ട്. ഹദീദ് എന്ന് പറഞ്ഞില്ലേ, ഇന്ന് നല്ല മൂർച്ചയുള്ള അവസ്ഥയിലാണ് ഓരോന്നും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബർസഖി ജീവിതത്തിൽ സാമ്പത്തികമായി സക്കാത്ത് കൊടുക്കേണ്ട ആളുകളായി അത് കൊടുത്തിട്ടില്ല എങ്കിൽ ഭീകര സർപ്പങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച്, ദുനിയാവും തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ പ്രയാസപ്പെടാറുണ്ട്. പലപ്പോഴും ആളുകൾ അല്ലാത്ത ആളുകളിലേക്ക് പോകാനും മന്ത്രിച്ചൂതാനും അതുപോലെ തന്നെ ചരടുകൾ ജപിച്ചൂതി കെട്ടാനും കാരണം തന്നെ എന്താ? ഉറക്കത്തിൽ കാണുന്ന ദുസ്വപ്നങ്ങൾ. 12 മണിക്കൊരു സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഞാനത് നെട്ടിപ്പരത്തി പറയില്ല. ഖബർ ജീവിതത്തെ ഒന്ന് സമ്പത്തുമായി ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 12 മണിക്കൊരു സ്വപ്നം കണ്ടു നമ്മൾ. ഭീകര സ്വപ്നം, സർപ്പം വന്ന് നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തുകയാണ്. ഇരു കാലുകളും വിഴുങ്ങി വിഴുങ്ങി നമ്മുടെ ശരീരം മുഴുവനും വിഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകും. നമ്മൾ ശാരീരിക ചേഷ്ടകൾ കാണിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്നാണ് ഭാര്യ എന്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടൊന്ന് എന്തെങ്കിലും കാണിക്കണമെന്ന് ചോദിച്ചാൽ ഞെട്ടി. ആ സമയത്ത് നമ്മളോട് ഞെട്ടിയിട്ട് ഉണരുമ്പോൾ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും. ആ സ്വപ്നം നമ്മുടെ മനസ്സിൽ മായാതെ ഉണ്ടാവും ഇല്ലേ? പക്ഷേ അതിൽ നിന്ന് മോചനം ലഭിച്ചതെന്ന് വിളിച്ചുണർത്തിപ്പെടാം എങ്കിൽ ഖബറിലേക്ക് നമ്മുടെ ശരീരം അങ്ങോട്ട് വെക്കുന്നതോടുകൂടി ആ ശരീരം ഇല്ലാതെ തന്നെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് മരണത്തെയും ഉറക്കത്തെയും അള്ളാഹു ആ രൂപത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖബർ അത് വെളിച്ചുണ്ടാവണം എന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, വൈദ്യുതി പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആളെ വിളിച്ച്, ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മൾ ശരിയാക്കൂലേ? ഒക്കെ ചെയ്യും നമ്മൾ. എങ്കിൽ നമ്മുടെ ഖബർ, ആ ഖബറിൽ പ്രകാശം പരത്തണമെന്നുണ്ടെങ്കിൽ, അത് വിശാലമായി തീരണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു സമാധാനത്തോടു കൂടി നമുക്ക് കഴിച്ചു കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? കിട്ടിയ പൈസ, പണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സമ്പത്ത് മരണശേഷവും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് സ്വതക്കത്തുൻ ജാരി എണ്ണി പറഞ്ഞു. പള്ളിയിലേക്ക് വല്ലതും കൊടുത്താൽ, പള്ളികളിൽ കൊണ്ടുപോയി വെക്കുന്ന ഖുർആൻ പരിഭാഷക്കും ഖുർആനിനും അള്ളാഹുവിൻ്റെ വഴിയിൽ ആളുകൾ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കിണറുകൾ, പുഴകൾ, ഇതൊക്കെ അവരുടെ ഖബറിലേക്കുള്ള വിഭവങ്ങളാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരുണ്ടാക്കിയെടുക്കണം? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പണത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? ഈ ഖബറിലേക്കുള്ള വിഭവങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കണം, നമ്മുടെ ഖബറിൻ്റെ കാര്യം നോക്കണം. ഇതൊക്കെ അള്ളാഹു പറയാതെ പോയിട്ടില്ല എന്നുള്ളതാ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നോക്കൂ നിങ്ങൾ, സമ്പത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ, വലാ തുഅ്തു സുഫഹാ
ബോസന്മാർക്ക് നിങ്ങളെ പണം കൊടുക്കരുത്. വലാ തുഅ്തു സുഫഹാ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പായിട്ടുള്ള സമ്പത്തിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിവരമില്ലാത്ത ബോഷന്മാരായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നിലനിൽപ്പ് എന്നാ പറഞ്ഞത്. അതാർക്ക് കൊടുക്കാൻ പറ്റൂല. അത് ഇങ്ങനെ തോന്നിയ രൂപത്തിലൂടെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കരുത്. യത്തീമുകളെ പറ്റി പരാമർശിക്കുന്നിടത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ യത്തീം കുട്ടികളുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ആ മതിൽ പുനർനിർമ്മാണം നടത്തി കൊടുക്കുമ്പോൾ അല്ലാഹ് അവിടെ പറയുന്നുണ്ടെന്ത്? ആ യത്തീം കുട്ടികളുടേതാണ് ആ നിധി, ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയും അല്ലാഹു ആ സമ്പത്തിന് അല്ലാഹു ആരും കാണാതെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ കൊണ്ടുവന്നത്. എങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചായിരിക്കണം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നിടത്ത്, വെള്ളം ഉപയോഗിക്കുന്നിടത്ത്, നമ്മൾ വസ്ത്രം ഉപയോഗിക്കുന്നിടത്ത്, എല്ലാ ഇടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അലക്ഷ്യമായി ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് പൈസ കൊടുക്കണ്ടേ? അതിന് പൈസ കൊടുക്കണോ? വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് മേഖലകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും പണവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എങ്കിൽ അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അവൻ ആത്മസംസ്കരണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ മേഖലകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ എന്നോട് പറയാം. നമ്മൾ ഓരോരുത്തരും ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുന്നുണ്ട്, സൂറത്ത് ബഖറയിലാണ്. അവർ ചോദിക്കുകയാണ് മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. അതിന് അല്ലാഹു ഉത്തരം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമ വൽ മസാകീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാണ്, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. നീ പറയണം, നിങ്ങൾക്ക് നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും, നിങ്ങൾ ചെലവഴിക്കുന്നത് നല്ലതെന്ത് നിങ്ങൾ ചെലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും അത് എണ്ണിപ്പറയാൻ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട്, യത്തീമുകൾക്ക് വേണ്ടിയിട്ട്, മിസ്കീനുകൾക്ക് വേണ്ടിയിട്ട്, വഴിപോക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി. എന്നിട്ട് പറയുക മാ തഫ്അലു മിൻ ഖൈരിൻ, നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഫഇന്നല്ലാഹ ബിഹി അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നുണ്ട്. ഇവിടെ ഈ ആയത്ത് നമ്മളൊന്നിങ്ങനെ തദബ്ബുർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അറിയിക്കും, പരിശുദ്ധ ഖുർആനിൽ ചെലവഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ ആളുകളാണെന്ത്? മാതാപിതാക്കൾ എന്നുള്ളത്. മക്കൾക്ക് ചെലവഴിക്കണം എന്നുള്ളത് എനിക്കറിയില്ല, ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ മക്കൾക്ക് ചെലവഴിച്ചോളി എന്ന് പറയുന്നൊരു പരാമർശം. മക്കൾക്ക് ചെലവഴിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം എന്ന് ഖുർആനിൽ എന്ത് ചെയ്യാണ്? പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താ? ഒരു മാതാവിനും പിതാവിനും 10 മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ആ മാതാവിനും പിതാവിനും ഒരു പ്രയാസം ഉണ്ടാകൂല. എന്നാൽ ആ മാതാവിനും പിതാവിനും 10 മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 മക്കൾക്കും വലിയ കീറാമുട്ടിയായിരിക്കും എന്ത്? ബാപ്പാക്ക് വേണ്ടി ചെലവഴിക്കാൻ. അവിടെ തർക്കങ്ങൾ വരും, അല്ലേ? ഓന് കൊടുത്തൂടെ എന്ന് പറയും, അവന് കൊടുത്തൂടെ, ഇവന് കൊടുത്തൂടെ, ഓൻ്റെ ഒപ്പല്ലേ, ഇതൊക്കെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ രൂപത്തിലൂടെ തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം എവിടെ ഉണ്ടാവാറുണ്ട്? പ്രായമായ മാതാപിതാക്കളുള്ള ആളുകളുടെ കുടുംബത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്കിൽ സമ്പത്തുണ്ടോ നമ്മുടെ കയ്യിൽ? സമ്പത്തുണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ വിഷയം ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല, മാതാവും പിതാവും കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാതാപിതാക്കളെ നോക്കുക എന്നുള്ള മക്കളുടെ ബാധ്യതയാണ്. ഇവിടെ പ്രത്യേകമായി എണ്ണിപ്പറയുന്ന കാര്യമാണ് മാതാപിതാക്കൾ എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക എവിടെ നമ്മൾ എന്നുള്ളത്. ഇനി മരണപ്പെട്ടു പോയ സഹോദരങ്ങളെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാട്ടോ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, അല്ലാഹുവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഈ ഒരു മാസമാണ് എൻ്റെ മാതാവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആലോചിച്ച് നോക്കുക, അവർക്ക് വേണ്ടി ചെലവഴിക്കാറുണ്ടോ നമ്മൾ?
അവർക്ക് വേണ്ടി ചെലവഴിക്കാറുണ്ടോ നമ്മൾ? പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. ഖുർആൻ പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എണ്ണി പറഞ്ഞ കാര്യമാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത്. ഓരോ റമദാനുകളും വരുമ്പോൾ നമ്മൾ പള്ളികളിലേക്കും പാവപ്പെട്ടവർക്കും ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 500 രൂപ എൻ്റെ ഉപ്പാക്ക് കിട്ടട്ടെ, എൻ്റെ ഉമ്മാക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെലവഴിക്കാം. ആ സ്വതക്ക അവർക്ക് ഉപകരിക്കും എന്നുള്ളതാണ് ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നിടത്ത് മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, നമുക്ക് ചെലവഴിക്കാം. അതിൽ പുണ്യം ലഭിക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കൂലി ലഭിക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും. നമ്മുടെ മക്കളിത് കാണാൻ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ മോൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, വാപ്പാക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കലുണ്ടോ, ഉമ്മക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ പറയും കാരണം എന്താണെന്നറിയെങ്കിൽ, ഇത് നമ്മൾ ചെയ്യുമ്പം ഇതൊരു പാഠമാണ്. മാത്രമല്ല അവരത് അനുകരിക്കും, അവരത് പറയും, അതവർ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാതാപിതാക്കൾ ജീവിതകാലത്ത് നമ്മൾ അവർക്ക് വേണ്ടി സമ്പത്ത് നമ്മൾ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ മരണാനന്തരം അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുന്നതും ഇസ്ലാമിക മാനം, അതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അവർക്ക് ഹജ്ജ് ചെയ്യുന്നതും ഉംറ ചെയ്യുന്നതും മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെലവഴിക്കുന്നിടത്ത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ ഇങ്ങനെ ചെലവഴിക്കും നമ്മൾ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചെലവഴിച്ചാൽ ഏറ്റവും കൂലി കിട്ടുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവും. ആ വിഭാഗത്തെ പലപ്പോഴും എന്ത് ചെയ്യൂല, നമ്മൾ നോക്കൂല. നാട്ടിലുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ സമ്പത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് 2 കൂലിയാണ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തെ നമ്മൾ പരിഗണിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതാരാ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ പ്രയാസപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക. ജ്യേഷ്ഠാനുജന്മാർ പ്രയാസപ്പെടുന്നു, എളാപ്പ മൂത്താപ്പ മക്കളിങ്ങനെ അടുത്തതും അകന്നതുമായ ബന്ധുക്കൾ അവർ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ ആ പ്രയാസപ്പെടുന്നവരായ ആളുകൾക്ക് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞ പ്രതിഫലം 2 ആണ്. ഒന്ന്, കുടുംബ ബന്ധം ചാർത്തിയതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും, സ്വതക്ക ചെയ്ത കൂലി അവർക്ക് ലഭിക്കും. ഇത് നമ്മൾ ചെയ്യാറില്ല എങ്കിൽ മറ്റൊരു അപകടം അവിടെ ഉണ്ട്. അതെന്താ അറിയാം നിങ്ങൾക്ക്? അതെന്താണ് അപകടം? നമ്മളിൽ നിഫാഖും റിയാഉം കടന്നു വരാനുള്ള സാധ്യത ഏറുണ്ട്. കാരണം എന്താ, ഇത് ചിലപ്പോൾ ആളുകൾ അറിഞ്ഞോളുന്നില്ല. എൻ്റെ ജ്യേഷ്ഠന് കൊടുക്കണ ആളുകളെ 4 ആൾ അറിഞ്ഞോളുന്നില്ല. എൻ്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളെ തേടി ഞാൻ പോയി അത് കൊടുക്കുന്നത് ആളുകൾ അറിഞ്ഞോളുന്നില്ല. പക്ഷേ റെസിപ്റ്റിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് 4 ആളുകൾ അറിയും. അവിടെ റിയാ കടന്നു വരാൻ, അതുപോലെ നമ്മുടെ സമ്പത്തിനെ കാർന്നു തിന്നുന്നതായ, അതിനെ നമ്മുടെ സ്വതക്കയെ ഇല്ലായ്മ ചെയ്യുന്നതായ വലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ നിങ്ങൾ എന്ത് ചെയ്ത് ഫലശൂന്യമാക്കി കളയരുത്, എടുത്തു പറഞ്ഞുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും എന്ന് പറയുന്ന ആ ഒരു വിഷയം. അതുപോലെ തന്നെ ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, റിയാഇനെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ചെലവഴിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിനെ മതിക്കേണ്ട ചില കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിനെ അലട്ടേണ്ട ഒരു കാര്യമാണ്. അതാ ഞാൻ പറയുന്നത്, സമ്പത്ത് ആത്മസംസ്കരണവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി സഹോദരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു ഇന്ന് ഒരുപാട് മാറിയിട്ടോ ഈ വിഷയങ്ങളൊക്കെ. നമ്മൾ പ്രത്യേകിച്ചും അരീക്കോട് നമ്മൾ ഇവിടേക്ക് വെച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. അരീക്കോട് നമ്മൾ അബ്ദുൽ മാലിക് സലഫിയെ കൊണ്ടുവന്ന് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ കൊടുത്തു. നമ്മൾ ആളുകളെ പഠിപ്പിക്കണത്, മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓരോന്നും ഓരോ ആളുകൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളത്. അതങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. ആ നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ എത്രയാണ്. പൂർവികരായ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞോ, അടുക്കളയിൽ നിന്നും അവരെന്ത് ചെയ്യാണ്, മാവ് കുഴക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുടുംബനാഥൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതവിടെ നിർത്താറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തേ കാരണം? ആ മാവിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഭാര്യ സന്താനങ്ങൾക്ക് പുറമെ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവകാശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയും. അത്രമാത്രം സൂക്ഷ്മത ഈ രംഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഈ അടുത്ത് ഒരാൾ നമ്മുടെ മഹലിൽ ഒരാൾ മരണപ്പെട്ട് അദ്ദേഹം വിളിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ അവരെന്ത് ചെയ്തു, മക്കളെല്ലാവരും കൂടി നമ്മുടെ ജാമിഅൽ ഹിന്ദിൽ പോയി പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ആ മുഴുവൻ കാര്യങ്ങൾ കൃത്യമായി ഇസ്ലാമികമായിട്ട് അതങ്ങോട്ട് വിഭജനം നടത്തിയിട്ടാണ് അവർ മടങ്ങി പോന്നിട്ടുള്ളത്.
ഇതാരെങ്കിലും സംസാരിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടോ മരിച്ചങ്ങട് കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും സമ്പത്തിനുള്ള ആർത്തിയായി, കണ്ടില്ലേ ഊരിക്കാൻ തുടങ്ങി. അള്ളാഹ് പറഞ്ഞതാ. ഈ വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കൃത്യമായി ഈ വിഷയങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് 1 വർഷം നീണ്ടു നിന്നാൽ പിശാച് ഇങ്ങനെ കളിക്കും, അവർക്കിടയിൽ പകയും വിദ്വേഷം ഉണ്ടാക്കും. പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടൂല. പിന്നെ കാലങ്ങളോളം ഇന്നും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒരുപാട് തവണ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ. സലഫികളാണ് എന്ന് പറയുന്നവർ ഇന്നും അതെന്ത് ചെയ്തിട്ടില്ല, ആ വിഷയം അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ എത്രമാത്രം സാമ്പത്തികമായ പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ടെന്നറിയോ. പക്ഷേ ദുനിയാവിലെ ഹിസി അവർ അനുഭവിക്കാൻ, പാപ്പി ഉമ്മയും മരണപ്പെട്ടു പോയിട്ടത് ചില വഴക്കുകൾ കാരണത്താൽ അതങ്ങനെ നീണ്ടുപോവാണ്. എന്തേ കാരണം? ഇതാ മരണപ്പെട്ട് കഴിയുമ്പോഴേ ആളുകൾക്ക് അതിൻ്റെ ഒരു സൈക്കോളജി കൂടെ ഉണ്ട്. ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഐക്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഇസ്ലാമികമായ മാനത്തോടു കൂടി നമുക്കിതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് പറഞ്ഞ് ആയത്തു ഹദീസൊക്കെ ഇങ്ങനെ ഓതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോണ്ടല്ലോ ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതേ സമയത്ത് അതങ്ങനെ നീണ്ടു പോകുമ്പോഴോ പിന്നീട് ഒരു കാര്യം ഇങ്ങനെ പറയുന്നതിന് 4 അഭിപ്രായങ്ങളായിരിക്കും. അങ്ങോട്ട് നമുക്ക് കിട്ടേണ്ടടുത്ത് കിട്ടുന്ന ആളുകളടുത്തേക്ക് ഫത്തുകളായിട്ട് അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഫലത്തിൽ എന്തു സംഭവിക്കും? നമ്മുടെ സമ്പത്തിൽ അനർഹമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ വളരെയേറെ ജാഗ്രത കാണിക്കേണ്ടതാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. 2 സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമ്പത്ത് ശുദ്ധിയായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ പോകുന്നത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ, ബർസഖി ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ ആവോളം വർദ്ധിച്ച് കിട്ടുവാനും നമ്മുടെ സമ്പത്തിലൂടെ എന്ത് ചെയ്യും, സാധ്യമാവും. അപ്പം നമ്മളിവിടെ വരികയാണ്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണം ചെലവഴിക്കും അല്ലേ? ഇവിടുന്ന് നമ്മളിവിടെ പണം ചെലവഴിക്കും. ഇവിടെ ഈ സംസാരത്തിലൂടെ എത്രയോ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കി പോവാൻ, ജീവിതത്തിൽ കുറേ ആളുകൾ മാറ്റങ്ങൾ വരുത്തി. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥന, പഠിച്ചോനെ പുറത്തു തരണട്ടോ എന്നെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ആയിട്ട് പോകുമ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ 500 രൂപ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇത് വലുതാണ്. അത് എത്ര നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നിൻ്റെയും നീയത്തിൻ്റെ തോതടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, വലിയ അഭിവൃദ്ധി, ഖൈർ, ബറക്കത്ത് ലഭിക്കുവാൻ നമ്മുടെ സാമ്പത്തികമായ വിശുദ്ധി സഹായിക്കുമെന്നുള്ളതാണ്. മക്കൾ നന്നായി തീരാൻ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നുള്ളൊരു സംഭവം, നമ്മുടെ ചുറ്റുപാടുകളിൽ ചില സംഭവങ്ങൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് കുട്ടികൾ എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനൊക്കെ മനഃപ്പാടമാക്കി ഇങ്ങനെ ജീവിക്കുകയാണ്. ഖിറാത്തൊക്കെ കേട്ട നല്ല ഖിറാഅത്ത്. നമ്മുടെ അന്നൊക്കെ ആ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു നല്ല അവസ്ഥയാണ്, ഇവരൊക്കെ നല്ല നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്ന കുടുംബം. പക്ഷേ പിന്നീട് ആ കുടുംബത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്താ, കിട്ടുന്ന ആളുകളെ എല്ലാം സാമ്പത്തികമായി ചൂഷണം ചെയ്ത് ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് നടന്ന ആ രൂപത്തിലൂടെ അങ്ങനെ ആളുകളെ വഞ്ചിച്ച് വലിയ ഒരു അതിനൊക്കെ സഹായകമാകുന്ന രൂപത്തിലുള്ള ഒരു താടിയും അതിനൊക്കെ സഹായകമായിട്ടുള്ള ഒരു ഡ്രസ് കോഡുമായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സഹോദരൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഇന്നും അവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ പഠിച്ച ആ പരിശുദ്ധ ഖുർആനിൻ്റെ ചൈതന്യം അവരുടെ മുഖത്തില്ല, ഒന്നും അവരുടെ ജീവിതത്തിലില്ല. എന്താ കാരണം എന്നറിയെങ്കിൽ ഇതാ അവിഹിതമായ കാര്യങ്ങൾ, സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ ദുനിയാവിൽ ഒരു നിന്ദ്യമാകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൈവരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം രാത്രി ഇറങ്ങി നടക്കുമ്പോഴാണ് നമുക്കറിയുന്ന ചരിത്രമാണ്, അതിൽ ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രത്തോട് പറഞ്ഞത്. ഉമ്മ പറയാണ് മോളോട് പാലിൽ വെള്ളം ചേർത്താൻ വേണ്ടിയിട്ട് പറയും, നമുക്കറിയാം ആ ചരിത്രം അല്ലേ. മോളെന്ത് ചെയ്യാണ്, ഇല്ല എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഉമ്മ പറയണം അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഉമ്മ അത് ഉമർ അറിയില്ലേ എന്നാ ചോദിക്കുന്നു. അപ്പോൾ ഉമർ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ മകളുടെ മറുപടി എന്തായിരുന്നു, അല്ലാഹ് അറിയില്ലേ എന്നാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ സ്വീകരിച്ചു എന്നതാണ്, തൻ്റെ മകനെ ഇണയായി സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. ആ ഒരു മഹദിയുടെ തലമുറയിൽ നിന്നാണ് 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല കടന്നു വന്നത് എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു സാമ്പത്തിക രംഗത്ത് പാലിൽ വെള്ളം ചേർക്കുന്നിടത്ത് ആ ഒരു സ്ത്രീ കാണിച്ച ആ മഹദി കാണിച്ചൊരു സൂക്ഷ്മത,
അള്ളാഹ് അവർക്ക് കൊടുത്തത് എന്താണ്? അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദ്വൃദ്ധനായിട്ടുള്ള ഒരു സന്താനത്തെ ഇണയാക്കി അങ്ങോട്ട് കൊടുത്ത് ആ ഇണയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ. എന്താ കാരണം? ഇതാണ് സാമ്പത്തികമായ വിശുദ്ധി അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും കടന്നു വരാൻ കാരണമാകും. കഴിഞ്ഞില്ല. മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും. അദ്ദേഹം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുമ്പോൾ, മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പറ്റി പറയുന്നിടത്ത് കാണാൻ കഴിയും. അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അള്ളാഹുവെ, അറിഞ്ഞിടത്തോളം എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ഞാൻ അവിഹിതമായി ഒരു ഹറാമായിട്ടുള്ളൊരു ദിർഹം ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് എഴുതി വെക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം മരണപ്പെട്ടു പോയി അല്ലേ? അതിൻ്റെ ശേഷം വന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സ്വപ്നം കാണാൻ ഇബ്രാഹിം നബി വന്ന് പറയുന്നത് പോലെ സ്വപ്നം കണ്ടു എന്നാണ്. ഇവരുടെ പ്രാർത്ഥന കാരണത്താൽ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയല്ലോ. എഴുന്നേൽക്കുമ്പോൾ വന്ന് പിന്നീട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്ത് ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ് എന്ന് നമ്മൾ ഒന്ന് പുനരന്വേഷണം നടത്തുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു രംഗത്തുണ്ടായിരുന്ന അവരുടെ തഖ്വയായിരുന്നു, അവരുടെ സൂക്ഷ്മതയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇന്നും ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും മഹത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമായി നമ്മൾ പറയുന്ന ആ ഗ്രന്ഥം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ സ്നേഹപൂർണമായ ഒരു ഇടപെടൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു രംഗത്ത് ഒരുപാട് ശ്രദ്ധയും സൂക്ഷ്മതയും ഈ രംഗത്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പലിശയായിട്ടും അതുപോലെ തന്നെ ചൂതാട്ടമായിട്ടും ലോട്ടറി ആയിട്ടും അതുപോലെ തന്നെ വിവിധങ്ങളായ അവിഹിതമായ പല ബിസിനസ് മേഖലകളായിട്ടൊക്കെ പലതും നമ്മുടെ ചുറ്റുപാടുകളിൽ വരുമ്പോൾ സൗദിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ ഒരു പ്രത്യേകമായ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകും. ഹറമിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി ആളുകൾ ഒരു കച്ചവടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് ഒരു അന്വേഷണം നടത്തും പണ്ഡിതന്മാരോട്. ഒരു ബിസിനസ്സിൽ ഒരു 2 പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഷെയർ കച്ചവടം തുടങ്ങുകയാണ്. അതിനൊക്കെ ഇസ്ലാമികമായി ഒരു പണ്ഡിതൻ്റെ സാന്നിധ്യത്തോടു കൂടി ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ ഉണ്ടായത് കൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കച്ചവടത്തിന് പ്രത്യേകമായിട്ടുള്ള ബാബു വന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഈ സമ്പത്ത് നമുക്ക് ഗുണകരമായി തീരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ഈ ഒരു മേഖലയിൽ ഇനിയും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. PN അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ സവിസ്തരം ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ എല്ലാ മസ്അലകളും ഇന്ന് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അടുത്തറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ എന്ത് വേണം? ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിനെ ആര് സംസ്കരിച്ചോ അവർക്കേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ ഇപ്പം അങ്ങനെ ഈ കാലത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആരൊക്കെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ എന്ത് ചെയ്യും? വൻ പരാജയങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. റഹ്മുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നമ്മുടെ സമ്പത്തിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ചുകൊണ്ട് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണം അതൊക്കെ കഴിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് നമ്മൾ വയനാടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇനിയും അത് നമുക്കുള്ളൊരു പരീക്ഷണമാണ്. അവർ മരണപ്പെട്ടു പോയ ആളുകൾ 3 കാറ്റഗറിയാണ്.
ഒന്ന് സദ്വൃത്തരായ ആളുകൾ, അവരാരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന് കുട്ടികളാണ്, ഇബ്രാഹിം നബിയുടെ കസ്റ്റഡിയിലാണ് അവരുള്ളത്. പിന്നുള്ളത് തോന്നിവാസ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയ ആളുകൾ. അപ്പോൾ ഇവിടെ ഒരു മരണം നടന്നാലും എന്താണ്, നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ 3 ടൈപ്പ് ആളുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ച്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് നൽകി, ഒരുപാട് എന്നുള്ളതല്ല, നമ്മുടെ ഒരു കഴിവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കഴിയുന്നോ അതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ادخلنا الجنة يا رب العالمين اللهم ادخلنا الجنة يا رب العالمين اللهم ادخلنا الجنة يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين اللهم صل وسلم على نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.